Let's turn to Colossians chapter 2. Colossians chapter 2 and verse 6 and 7. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ചില ചിന്തകൾ വെച്ചിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. Colossians chapter 2 and verse 6 and 7. Very familiar passage. As ye have therefore received Christ Jesus the Lord, so walk ye in him, rooted and built up in him, and as ye have been taught, abounding therein with thanksgiving. May the reading of the word and the meditation of the word be a great blessing for all of us this morning. കൊലോസ്യ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ്. പൗലോസ് എപ്പോഴൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ടോ ആ സമയങ്ങളെല്ലാം എല്ലാ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആരായിരുന്നു, ഇന്ന് നമ്മൾ ആരാണ്, ഇനി നമ്മൾ എന്തോ ആയിത്തീരും എന്നുള്ള എല്ലാം മിക്കവാറും ലേഖനത്തിൽ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തോ ചെയ്തു, ഇനി യേശുക്രിസ്തു ഇനി വരാൻ പോകുവാണ്, ഇനി നമ്മൾ കാണാൻ പോകുവാണെന്നുള്ള കാര്യങ്ങൾ എല്ലാം മിക്കവാറും എല്ലാ ലേഖനത്തിൽ പൗലോസ് വിശ്വാസികളെ എഴുതി ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ലേഖനം വായിക്കുമ്പോൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു കാര്യം. ഈ 6-ാം അധ്യായത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം നമ്മളെ ഓർപ്പിക്കുകയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ 10 വർഷം 15 വർഷം 20 വർഷം 40 വർഷം 50 വർഷം മുമ്പേ രക്ഷിക്കപ്പെട്ടതായിരിക്കും. പക്ഷേ പൗലോസ് നമ്മളെ ഈ വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. ടു റിമെമ്പർ the day when you accepted Christ Jesus the Lord. 2-3 കാര്യങ്ങൾ ഇവിടുന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ as ye have therefore received Christ Jesus the Lord. യേശുവിനെ സ്വീകരിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് എഴുതുമ്പോൾ നമ്മളെ ഓർപ്പിക്കുന്നത് as you have received Christ Jesus the Lord. അവിടെ ഒരു പേര് വ്യത്യാസം വരുന്നില്ലേ? നമ്മൾ ഗോസ്പൽസിലെല്ലാം വായിക്കുമ്പം ജീസസ് ക്രൈസ്റ്റ് എന്നാണ് വായിക്കുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പല സ്ഥലങ്ങള് ക്രൈസ്റ്റ് ജീസസ് എന്നാ ഓർപ്പിക്കുന്നത്. അതെന്താ കാരണം? there is some reason behind it, അല്ലെ? ഇപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ എൻ്റെ പേര് എഡ്വിൻ പോൾ എന്നാ, പക്ഷെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുമ്പോ എങ്ങനെയാ വരുന്നത്? പോൾ എഡ്വിൻ. there is a reason behind it. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതുമ്പോൾ ക്രൈസ്റ്റ് ജീസസ് ദ ലോർഡ് എന്നാ പറയുന്നത്. you have received Christ first, then Jesus. പൗലോസ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പം എല്ലാവരും എന്തുവായിരുന്നു വിളിച്ചോണ്ടിരുന്നേ? യേശുനാൻ. എവരിബഡി വർ യൂസ്ഡ് ടു കോൾ ഹിം ജീസസ്. പലരും പല രീതിയിലായിരുന്നു യേശുവിനെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ചിലർ പറഞ്ഞു ഗുഡ് മാസ്റ്റർ, അല്ലെ? ഒരു റിച്ച് മാൻ ഹി കേം റണ്ണിങ്, ഒരു ധനവാൻ വ്യക്തി വന്ന് പറഞ്ഞു എ ഗുഡ് മാസ്റ്റർ, what shall I do to inherit eternal life? ചിലര് പ്രവാചകനായിട്ട് വിളിച്ചു. പലരും പല രീതിയിലാണ് യേശുവിനെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഹീസ് ക്രൈസ്റ്റ്. അപ്പൊ ക്രൈസ്റ്റിന്റെ മീനിങ് എന്നതാ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ക്രൈസ്റ്റ് മീൻസ് anointed one. Christ means savior of the world. Jesus' name was given while he was on this earth. യേശുവിന്റെ പേര് യേശുവിന് കൊടുത്തത് എപ്പോഴാണ്?
ഈ ലോകത്തിൽ ജനിച്ചപ്പം 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോഴാണ് യേശുവിന് പേരിട്ടത്. സോ വെൻ അപ്പോസ്തലൻ പൗലോസ് രക്ഷയെ കുറിച്ച് പറയുമ്പം അപ്പോസ്തലൻ പോൾ ക്രൈസ്റ്റിന്റെ പേരാണ് ആദ്യം വെക്കുന്നത്. ഈ കാര്യം അപ്പോസ്തലൻ പൗലോസ് യഹൂദന്മാരുമായിട്ട് സിനഗോഗിലൊക്കെ ചെന്ന് അവരുമായിട്ട് തർക്കിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഈ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ച യേശു അത് ക്രിസ്തുവാണെന്നുള്ള കാര്യങ്ങൾ നമുക്കത് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 17. പെട്ടെന്ന് ആരെങ്കിലും മലയാളത്തിൽ വായിക്കുവാണെങ്കിൽ നമുക്കത് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 17 and verse 4, verse 3. Acts chapter 17 and verse 3. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യേശു തന്നെ ആരാന്ന് പറഞ്ഞ് ക്രിസ്തു ആണെന്ന് ഞാൻ തെളിയിച്ചു തന്നിരിക്കുന്നു. പിന്നെ 18-ാമത്തെ അധ്യായം അതിന്റെ ചാപ്റ്റർ 18 verse 5. Chapter 18 verse 5. ആരെങ്കിലും വായിക്കാം? യേശു ക്രിസ്തു ആണെന്ന് തന്നെ സാക്ഷ്യമായി. ഇതിന്റെ 28-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 28 verse 28. യെസ്, യേശു ക്രിസ്തുവാൻ തന്നെ പരസ്യമായിട്ട് അവിടെ തെളിയിച്ചു കൊടുത്തു. He was arguing with the Jewish people that Jesus whom you crucified is Christ himself. നിങ്ങൾ യേശുവിനെ കുരിശിൽ തറച്ചു, ആ യേശുവാണ് നിങ്ങളുടെ ക്രിസ്തുവാണെന്ന് പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുമായിട്ട് തർക്കവിവാദം ചെയ്തുകൊണ്ടിരുന്നു. He was proving that the Jesus whom you rejected, whom you crucified, he is the savior of the world. He is the only savior who came from heaven and he is Christ himself. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷയുടെ കാര്യം പറയുമ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത്, therefore as he received Christ Jesus the Lord. When he says ഇവിടെ പറയുന്നത് when you received Christ Jesus the Lord, what is the meaning of Lord? കർത്താവിന്റെ മീനിങ് എന്നാ? What do you mean by Lord? Master അല്ലേ? So when you receive Christ the Savior, Jesus as Lord, that means you are receiving him as the owner of your life, master of your life, savior of your life. പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ചിലപ്പം ഇതൊരു കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യങ്ങളാണ്. 1 Corinthians chapter 12, ആർക്കെങ്കിലും വായിക്കാൻ പെട്ടെന്ന്. 1 Corinthians chapter 12 and verse 3. 1 Corinthians chapter 12 and verse 3. അത് തന്നെ, പരിശുദ്ധാത്മാവില്ലാതെ എന്തോ പറയാൻ പറ്റത്തില്ല. യേശുവിനെ കർത്താവായി ആർക്കും കഴിയത്തില്ല. അപ്പം പരിശുദ്ധാത്മാവ് ആണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ പാപത്തെ ഏറ്റു പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്നത്, therefore when you have received Christ Jesus the Lord, നിങ്ങൾ എന്നാണ് കർത്താവിനെ ഗുരുവെന്ന് നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ചത്,
ആ ദിവസം ഓർക്കുകൊള്ളുക എന്നാണ് നമ്മളിവിടെ ഓർപ്പിക്കുന്നത്. ആൻഡ് ദെൻ ഹി സേസ് വാക്ക് ye in him. നമ്മുടെ യേശുക്രിസ്തു യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു, 33.5 വർഷം ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. He became the Lord Jesus Christ for us. അല്ലേ? നമ്മൾ വായിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും, പക്ഷെ ആരും ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാറില്ല. ജീസസ് ക്രൈസ്റ്റ് became the Lord of our life because he was buried and rose again on third day. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലേ അച്ഛാ? പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. അത് യേശുവിൻ നാമക്കാരാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ, അല്ലേ? കേട്ടില്ലേ? യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ അങ്ങനത്തെ പ്രാർത്ഥനയിൽ ആമേൻ പറയാറില്ല. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ അവസാനിപ്പിക്കണം? ഇന്ന് പലരും നോക്കും, വലിയ വലിയ പ്രാസംഗികരും വലിയ TV നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ കാണാം അവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. We need to pray in the name of the Lord Jesus Christ we pray, ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനം അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇന്നെല്ലാം ഫാസ്റ്റ് ഫുഡും എല്ലാം എല്ലാം ഷോർട്ട് കട്ട് അല്ലേ? അപ്പൊ എന്തിനാ ഇത്രയും നീളമുള്ള പേര് പറയുന്നത്? ഇൻ ജീസസ് നെയിം, ആമേൻ. ജീസസ് എന്ന് പറഞ്ഞ പലരുടെ പേരുണ്ട് ഈ ലോകത്തിൽ, അല്ലേ? അല്ലേ? പണ്ട് ഒരാൾ ഇങ്ങനെ ഇവിടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ആരാണ്ട് പറഞ്ഞ്, അല്ല നോർത്ത് ഇന്ത്യ വന്ന് പറഞ്ഞു, പരമേശ്വർ കോ ഗ്രാൻഡ് കരോ, പരമേശ്വർ കെ ഊപ്പർ വിശ്വാസ് കരോ. അപ്പോൾ അയാൾ ഹിന്ദു പറഞ്ഞു, എൻ്റെ അടുത്തൊരു പരമേശ്വറുണ്ട്, അവൻ്റെ കാര്യം പറഞ്ഞു വന്നാൽ ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അല്ലേ? പേര് പലരുടെ ജീസസ് ഉണ്ട് ഈ ലോകത്തിലോട്ട്. ജസ്റ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് ജീസസ് എന്നുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഏതായി ജീസസ്? ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. അങ്ങനെ പല പാട്ടുകളും നമ്മുടെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ നമ്മുടെ ബ്രദറുകാരൻ പാടുന്ന പാട്ടാണ്, എന്താ? ക്രൂസിഫൈഡ് ലേ ബിഹൈൻഡ് ദ സ്റ്റോൺ he lived to die rejected and alone like a rose stumbled on the ground. അല്ലെ? ആ പാട്ട് കേട്ടിട്ടില്ലേ? അത് ആരുടെ കുറിച്ചാണ് പറയുന്നത്? ആ സോങ്ങിനകത്ത് ഒറ്റ വാക്ക് ജീസസ് എന്ന് വേർഡേ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പാട്ട്? ലോർഡ് ജീസസ് എന്നുള്ള ആ വാക്കേ ഇല്ല. ആരുടെ കുറിച്ചായി പാടുന്നത്? നമ്മൾ ക്രൂസിഫൈഡ്, രണ്ടുപേരും അങ്ങപ്പുറത്തും ഇങ്ങപ്പുറത്തും ക്രൂസിഫൈഡ് ആണെന്നല്ലോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. പലവട്ടം നമ്മുടെ ഉപദേശം അവിടെ തെറ്റുന്നു, പല കാര്യങ്ങൾ സംഭവിക്കുന്നു, ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഒരു പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞപ്പം ആദ്യത്തെ ഫുൾ ആഴ്ച എൻ്റെ ജോലിയായിരുന്നു എൻ്റെ വൈഫിനെ ക്ലാസ് എടുക്കുക. പെന്തക്കോസുകാർ നമ്മളുമായിട്ട് എന്തോ വ്യത്യാസം, മനസ്സിലായി? അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ കറങ്ങാനായിട്ട് മസൂറി പോയപ്പം ഞങ്ങൾ ഡെറാഡൂൺ അസംബ്ലിയിലാണ് സൺഡേ കൂടാന്ന് വെച്ചാൽ സാറ്റർഡേ ഈവനിങ് കോട്ടേജ് മീറ്റിങ്ങിന് അവിടെ ചെന്നപ്പോൾ ഒരു പാട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വൈഫിനോട് നേരത്തെ പറഞ്ഞു ഈ പാട്ടൊക്കെ തെറ്റാന്ന്, ഉപദേശപശക്കാന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അവർ പാടുന്നു. അപ്പോൾ റെസ്റ്റിനെ എന്നോട് ചോദിച്ചു, ഇവർ ബ്രദറുകാരല്ലേ? ഏതാണെന്നറിയോ? പവിത്ര ആത്മാ मुझे ले जाओ यीशु के चरणों पर पवित्र आत्मा. നമ്മൾ പവിത്ര ആത്മ എന്ത് ചെയ്യാ? വിളിക്കുകയാണ്. എൻ്റെ അടുക്കൽ വാ, എൻ്റെ യേശുവിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ്. അതൊന്നും ഒരു പാട്ടല്ല, അത് ദാറ്റ്സ് നോട്ട് എ സോങ്. ബൈബിൾ പറയുന്നത് where 2 or 3 gathered in my name I am in their midst. അല്ലെ? കർത്താവ് തന്നെ നമ്മുടെ ഇരിക്കുന്നിടത്ത് വരുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വിളിച്ചു വരുത്തുന്നത്? ഞാൻ ഇതെല്ലാം പറഞ്ഞു നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ ആ സഭക്കാരെ പാടുന്നു ആ പാട്ട്, ഡെറാഡൂണിലെ അസംബ്ലിക്കാർ. സോ ഇങ്ങനെ പിന്നെ ഹിന്ദിയിൽ വേറൊരു പാട്ടുണ്ട്, തേരി ആരാധന കരു പാപ്പ് ക്ഷമാ കർ ജീവൻ ദേ ദേ. പാപ്പ് ക്ഷമാ കർ ജീവൻ ദേ ദേ. പാപ് ക്ഷമിച്ചവരല്ലേ ആരാധന ചെയ്യുന്നത്? പിന്നെന്തിനാ നമ്മൾ ദയാക്കി യാചന ചെയ്യുന്നത്? അല്ലേ? പാപ്പ് ക്ഷമാ കർ ജീവൻ ദേ ദേ ദയാക്കി യാചന കരു തേരി യാചന കരു. അപ്പൊ അവിടെ ഒരു there is some doctrinal issues. അപ്പം പല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പലരും പല രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വിശ്വാസി അല്ല ഒരു സിന്നർ രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോഴാണ്. അന്നാണ് ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാവായി
സ്വീകരിക്കുകയും കർത്താവായി സ്വീകരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയം നമ്മുടെ ഇവിടെ തീർന്നു. ഞാൻ മുന്നിൽ 3-4 മിനിറ്റ് എക്സ്ട്രാ എടുത്തു, അതുകൊണ്ട് എന്നെ ക്ഷമിക്കുക. സോ നമ്മൾ എപ്പോഴും പലരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ, ബ്രദറുകാർക്ക് പരിശുദ്ധാത്മാവില്ല, ഇവർ പരിശുദ്ധാത്മാവില്ലാത്തവരാണ്. പക്ഷെ ഞാൻ ഈ വാക്യം എടുത്ത് കാണിക്കും. നമ്മൾ ഏത് വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ടത്, അവരെല്ലാവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അവിടെ അതുകൊണ്ട് എഴുതിയിരിക്കുന്ന, പൗലോസ് എഴുതിയിരിക്കുന്നത്, therefore you have received Christ Jesus as Lord, walk ye in him. അവനിൽ എങ്ങനെ നടക്കുക? അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചുമ്മാ ഇരിക്കാൻ എങ്ങും ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. You need to walk every day. എല്ലാ ദിവസവും കൂട്ടായ്മയിൽ നടക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പല വിശ്വാസികളുണ്ട്, ഒരു ചലനവും ഇല്ല ജീവിതത്തിൽ, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. പപ്പ പറയാറുണ്ട്, നല്ല വിശ്വാസികൾ എല്ലാ സൺഡേ വന്ന് ഓണം കഴിച്ചിട്ടാണ് പോകുന്നത്, അല്ലേ? കേട്ടിട്ടുണ്ടോ അച്ഛാ? ഇല്ല. വന്നോണം, ഇരുന്നോണം, കേട്ടോണം, കണ്ടോണം, പൊക്കോണം. ഇതാണോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്? 5 ഓണം. ഇവിടെ പൗലോസ് പറയുന്നത്, walk ye in him. There is always a growth in spiritual life. കർത്താവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വളരണം എന്നുള്ള ആഗ്രഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളർച്ചയില്ലെങ്കിൽ കർത്താവ് ദുഃഖിക്കുകയാണ്. ഒരാളിങ്ങനെ പറഞ്ഞു, God is not annoyed because sinners are sinning. കർത്താവ് അനോയ്ഡ് എന്ന് പറയുന്നത് എങ്ങനെ മലയാളത്തിൽ എനിക്കത്, ദുഃഖിക്കുന്നത് പാപികൾ പാപം ചെയ്യുന്നതുകൊണ്ടല്ല, but believers are sinning. God is annoyed because believers are sinning and they are not growing in the Lord. ഇത് വലിയൊരു ചോദ്യമാണ്. ഇന്ന് യങ്സ്റ്റേഴ്സൊക്കെ സഭകളിലില്ല. ഇന്ന് ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ആത്മീയമായിട്ട് യാതൊരു റിവൈവൽ ഇല്ല ജീവിതത്തിൽ. ഒത്തിരി ക്യാമ്പ്, ഒത്തിരി കോൺഫറൻസസുകള്, YMEF ക്യാമ്പ്, അത് ഇത് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ വേർ ആർ വി? നമ്മൾ തന്നെ ചോദിക്കുക, നമ്മൾ എത്രമാത്രം കർത്താവിൽ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്. ദൈവം നമ്മളെ ഈ വചനത്തിൽ സഹായിക്കട്ടെ. അതിനായിട്ട് വേരൂന്നാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വിശ്വാസത്തിൽ വളരാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴേലും വരുമ്പം അത് കാര്യം പറയുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ട്രാവലിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഈ 11th എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ എത്തിച്ചേരണം. ഞങ്ങളുടെ ചെറിയ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഷാലോം ചിൽഡ്രൻസ് ഹോമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഈ സമയം നൽകിയ ഇവിടുത്തെ മുപ്പന്മാരെയും ദേവദാസനെ എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.